ഡിയർ ചിൽഡ്രൻ, നമ്മളിന്ന് ക്ലാസ് 4 EVSൻ്റെ ചാപ്റ്റർ 14 ബസ്വാസ് ഫാമാണ് പഠിക്കുന്നത്. ബസ്വയുടെ കൃഷിസ്ഥലം. ഇതിനകത്തിൽ ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് ഉള്ളിക്കൃഷിയെക്കുറിച്ചാണ്. ഉള്ളിക്കൃഷി എങ്ങനെ ചെയ്യാം എന്നതാണ് പഠിക്കുന്നത്. നമുക്ക് ലെസണിലേക്ക് പോകാം. ഐ ആം ബസ്വ. എൻ്റെ പേര് ബസ്വ എന്നാണ്. മൈ ഫാദർ ഈസ് എ ഫാർമർ. എൻ്റെ അച്ഛനൊരു കൃഷിക്കാരനാണ്. വി ലീവ് ഇൻ ബെൽവാനിക വില്ലേജ് ഇൻ കർണാടക. കർണാടകയിലെ ബെൽവാനിക എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇറ്റ് ഈസ് എ മന്ത് ഓഫ് ജൂലൈ. ഇത് ജൂലൈ മാസമാണ്. ലൈക്ക് എവരി ഇയർ അപ്പ മൈ ഫാദർ ഈസ് പ്രിപ്പയറിംഗ് ദ ഫീൽഡ് ടു സോ ഒനിയൻ ക്രോപ്പ്. എല്ലാ വർഷത്തെയും പോലെ തന്നെ എൻ്റെ ഫാദർ, എൻ്റെ അച്ഛൻ നിലമെല്ലാം ശരിയാക്കുകയായിരുന്നു. എന്താണ്? ടു സോ ദ ഒനിയൻ ക്രോപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കൃഷിസ്ഥലം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്? ഒനിയൻ ക്രോപ്പ്, ഒനിയൻ എന്ന വിള കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വിതയ്ക്കുന്നതിന് വേണ്ടി. സോ മീൻസ് വിതയ്ക്കുക. ഒനിയൻ സീഡ്സ് വിതയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലം ശരിയാക്കിക്കൊണ്ടിരുന്നത്. There are so many things to be done at this time. ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ്? ടു ഹെൽപ്പ് ഹിം ഐ ടു ഗോ ടു ദ ഫീൽഡ് വിത്ത് അപ്പ. ഇതിനു വേണ്ടിയിട്ട് ഞാനും എൻ്റെ അപ്പയുടെ കൂടെ ഫീൽഡിലേക്ക് പോയി, വയലിലേക്ക് പോയി. ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് അപ്പ ഹാഡ് ബീൻ യൂസിങ് ദ ഖൊണ്ടി ആൻഡ് അയൺ റോഡ് ടു ഡിഗ് ദ സോയിൽ. എൻ്റെ ഫാദർ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു അയൺ റോഡ് കൊണ്ട് ആ സോയിൽ മൊത്തം കിളയ്ക്കുകയായിരുന്നു, കുഴിക്കുകയായിരുന്നു. ലൂസൺ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് സോഫ്റ്റ്. എന്തിനാണ് ഈ ഖൊണ്ടി എന്ന് പറയുന്ന ഇംപ്ലിമെൻ്റ് ഉണ്ട്. ഇംപ്ലിമെൻ്റ് മീൻസ് ഉപകരണം, കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അത് ഒരു ഇരുമ്പ് റോഡ് മാതിരിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുഴിക്കുകയായിരുന്നു. എന്തിനാണ്? ആ മണ്ണ് ലൂസൺ ചെയ്യാൻ, ഇളകാൻ. ടു ആൻഡ് മേക്ക് ഇറ്റ് സോഫ്റ്റ്. അങ്ങനെ ഇളകിയാൽ ആ മണ്ണ് വളരെ സോഫ്റ്റായിട്ട് മാറും. നോക്കിയേ, ഇവിടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഭാരതമുണ്ട്. ഭാരതത്തിലെ കർണാടക എന്ന് പറയുന്ന സ്റ്റേറ്റ്, അവിടെ ബെൽവാനിക എന്ന് പറയുന്ന വില്ലേജിലാണ് നമ്മുടെ ബസ്വ താമസിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ ഖൊണ്ടി എന്ന് പറയുന്ന ഇംപ്ലിമെൻ്റ് അല്ലേ, ഉപകരണം, ഇതാണ്. കണ്ടോ? ഈ ഉപകരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മണ്ണ് ലൂസൺ ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട്. ഇൻ ബസ്വാസ് ഏരിയ ആൻ ഇംപ്ലിമെൻറ്റ് കോൾഡ് ഖൊണ്ടി ഈസ് യൂസ്ഡ് ടു ലൂസൺ ദ സോയിൽ. ഈ സോയിൽ ലൂസൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മണ്ണിളക്കാൻ വേണ്ടിയിട്ട് ബസ്വായുടെ ഏരിയയിൽ ഉപയോഗിക്കുന്ന ഇംപ്ലിമെൻറ്റിൻ്റെ പേരാണ് എന്ത്? ഖൊണ്ടി. What is the kind of implement called in your area? Draw and discuss. നമ്മൾ ഇതുപോലെ ഒരു ഇംപ്ലിമെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതിനെന്തോ പറയുന്നതെന്നറിയാമോ? HOE, ഹോ, അല്ലെങ്കിൽ സ്പെയ്ഡ് എന്ന് പറയും. തൂമ്പ, നമ്മൾ കൈ തൂമ്പ എന്നൊക്കെ പറയും. അത് ഇതുപോലെ ഒരു പിക്ചർ നിങ്ങൾ വരച്ചാൽ മതി. വി സ്റ്റഡീഡ് ഒനിയൻ സീഡ്സ് വെർ സോൺ ഇൻ ജൂലൈ. നമ്മളിപ്പോൾ ലെസണിൽ പഠിച്ചതായിരുന്നു. ഒനിയൻ സീഡ് എന്നാണ് കൃഷി ചെയ്യുന്നത്? ജൂലൈ മാസത്തിലാണ്. മെയിൻലി ദെയർ ആർ 2 types ഓഫ് കൾട്ടിവേഷൻ അക്കോർഡിംഗ് ടു ദ ടൈം ഓഫ് ദ ക്രോപ്സ് സോൺ. അതായത് വിത്ത് വിതയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ 2 തരത്തിലുള്ള കൃഷികളാണ് ഇന്ത്യയിൽ പ്രധാനമായും ചെയ്യുന്നത്. വൺ ഈസ് ഖാരിഫ് ക്രോപ്സ്, അതായത് സമ്മർ ക്രോപ്സ്. ഈ ഖാരിഫ് ക്രോപ്സ് എന്നാ വിതയ്ക്കുന്നതെന്നറിയുമ്പോൾ ജൂൺ മാസത്തിൽ വിതച്ചിട്ട് ഒക്ടോബറിലാണ് അതിൻ്റെ വിളവെടുക്കുന്നത്. ജനറലി സോൺ ഇൻ ജൂൺ ആൻഡ് ഹാർവസ്റ്റഡ് ഇൻ ഒക്ടോബർ. ഒക്ടോബറിലാണ് അതിന് വിളഞ്ഞു കഴിയുമ്പോൾ അത് വിളവെടുക്കുന്നത്. റാബി ക്രോപ്സ്, ദാറ്റ് ഈസ് വിൻ്റർ ക്രോപ്സ്. ഇത് സാധാരണയായിട്ട് നവംബറിലാണ് കൃഷി ചെയ്യുന്നത്. അത് നമ്മൾ ഏപ്രിലാണ് അതിൻ്റെ വിളവെടുപ്പ്. മനസ്സിലായോ? അപ്പോൾ 2 ടൈപ്പ് കൃഷി രീതികളാണുള്ളത്. ഒന്ന് ഖാരിഫ് ക്രോപ്സും മറ്റേത് റാബി ക്രോപ്സും. ഇതെങ്ങനെയാണ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദ ടൈം ഓഫ് ക്രോപ്പ് സോൺ. അതായത് കൃഷി എപ്പോഴാണോ അതിൻ്റെ സീഡ്സ് വിതയ്ക്കുന്നത്, അല്ലെങ്കിൽ കൃഷി ഇറക്കുന്ന സമയം എന്നാണോ അതിനനുസരിച്ചാണ് ഖാരിഫ് ക്രോപ്സ് എന്നും റാബി ക്രോപ്സ് എന്നും നമ്മൾ പറയുന്നത്. ഫൈൻഡ് ഔട്ട് ഫ്രം ദ ഫാമർ ഓർ സം എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി വാട്ട് കൈൻഡ് ഓഫ് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ ഏരിയയിൽ ഏത് ടൈപ്പ് ക്രോപ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന്.
ഏതൊക്കെയാണ്? റൈസ് അല്ലേ, നമ്മൾ നെല്ല്, ടാപ്പിയോക്ക, കപ്പ, പിന്നെ വെജിറ്റബിൾസ്, ഇതൊക്കെ നമ്മൾ സാധാരണയായി നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ്. സോയിങ് ദ സീഡ്സ്, ഇനി ഈ വിത്ത് എങ്ങനെയാണ് വിതയ്ക്കുന്നതെന്നാണേ. ദിസ് ഇയർ ഓൾസോ മൈ ഫാദർ വിൽ സോ ഒനിയൻ സീഡ്സ് ഇൻ ദ ഫീൽഡ്. ഈ വർഷവും എൻ്റെ അച്ഛൻ ഒനിയൻ സീഡ്സ് ആണ്, അത് ഉള്ളിയാണ്, ഉള്ളിയുടെ വിത്തുകളാണ് വിതയ്ക്കാൻ തീരുമാനിച്ചത്. The bullocks will pull the kurig and Appa will walk behind them. Kurig means ഇത് എന്താ അതിൻ്റെ പേര്? പ്ലൗ അല്ലെങ്കിൽ കലപ്പ എന്ന് നമ്മുടെ നാട്ടിൽ പറയും. അപ്പ എന്താ ചെയ്യുന്നത്? ഈ ബുള്ളോക്സ് കാളകളുടെ മുകളിൽ ഇങ്ങനെ ഈ പ്ലൗ അല്ലെങ്കിൽ കലപ്പ കെട്ടി വെച്ചിട്ട് മുന്നോട്ട് അതിനെ ഓടിക്കും. പുറകെ എന്ത് ചെയ്യും? അപ്പ പോവും. എന്നിട്ടോ സ്പ്രിംഗ്ലിങ് ദ സീഡ്സ്, പുറകെ പോയി എന്താ ചെയ്യുന്നത്? സീഡ്സ് സ്പ്രിങ്കിൾ ചെയ്യും. സ്പ്രിംഗ്ലിങ് മീൻസ് വിതറും. ഐ വുഡ് ഓൾസോ ലൈക്ക് ടു ഡു ദിസ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര കൊതിയായി, എനിക്ക് ചെയ്യണമെന്ന് തോന്നി. ജസ്റ്റ് ലൈക്ക് മൈ അപ്പ, ബട്ട് അപ്പ സേസ് ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ടു ഡ്രോപ്പ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് സീഡ്സ് അറ്റ് റെഗുലർ ഡിസ്റ്റൻസ്. എനിക്ക് അപ്പ ചെയ്യുന്ന കണ്ടിട്ട് അത് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ അപ്പയോട് ചോദിച്ചപ്പോൾ അപ്പ എന്താ പറഞ്ഞത്? നീ പറയുന്ന പോലൊന്നുമല്ല അല്ലേ, അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യം. എന്താണ്? വളരെ അത്യാവശ്യം നെസസറി ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്? അത്യാവശ്യം റൈറ്റ് എമൗണ്ട് ഓഫ് സീഡ്സ് അറ്റ് റെഗുലർ ഡിസ്റ്റൻസ്, ഒരു പ്രത്യേക ദൂരത്തിൽ കറക്റ്റ് എമൗണ്ട് ഓഫ് സീഡ്സ് വീഴണം. എല്ലാം കൂടെ ഒന്നിച്ചൊന്നും വീഴാൻ പറ്റത്തില്ല. ദിസ് ഈസ് നോട്ട് ഈസി ടു ഡു, അത് അത്ര എളുപ്പമല്ല ചെയ്യുന്നത്. ഹീ സേസ് ദാറ്റ് ഐ മേ ഡ്രോപ്പ് ടു മെനി സീഡ്സ് അറ്റ് വൺ പ്ലേസ്. നീ ഇട്ട് കഴിഞ്ഞാൽ, ബസ്സിലിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരു സ്ഥലത്ത് തന്നെ ധാരാളം സീഡ്സ് വീഴും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഐ മസ്റ്റ് വെയിറ്റ് ടിൽ ഐ ആം എ ലിറ്റിൽ ഓർഡർ ടു ബി ഏബിൾ ടു ഡു ദിസ് പ്രോപ്പർലി. ഞാൻ കുറച്ചുകൂടെ കാത്തിരിക്കണം, ഞാൻ ഇച്ചിരി കൂടെ വളർന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, വാട്ട് അതർ വേസ് വുഡ് ബി യൂസ് ടു പ്ലോ ദ ഫീൽഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ആനിമൽസ്. അതായത് ആനിമൽസിനെ കൊണ്ട് ഉഴുന്നതല്ലാതെ മറ്റേതെങ്കിലും മാർഗത്തിൽ നില ഉഴുന്ന അറിയാമോ? യെസ്, ട്രാക്ടേഴ്സ് ക്യാൻ ബി യൂസ് ടു പ്ലോ ദ ഫീൽഡ് ഇൻസ്റ്റെഡ് ഓഫ് ആനിമൽസ്. ആനിമൽസിന് പകരം ട്രാക്ടേഴ്സ് കൊണ്ട് നമുക്ക് നില ഉഴാൻ പറ്റും. നോക്കി, ഈ സീഡ്സ് ഒരു സെയിം ഡിസ്റ്റൻസിൽ വെക്കണമെന്ന് ബസ്വായുടെ ഫാദർ പറഞ്ഞില്ലേ? കണ്ടോ, ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു സീഡ് ഉണ്ടാവും, ഇവിടെ ഒരു സീഡ്, ഇവിടെ ഒരു സീഡ്, അങ്ങനെ കൃത്യമായിട്ടൊരു അകലത്തിലായിരിക്കും സീഡ്സ് നമ്മൾ കുഴിച്ചിരുന്നത്. ദ സ്പ്രൗട്ട് അപ്പിയർസ്. സ്പ്രൗട്ട് മീൻസ് മുളപ്പ്, മുളച്ചു വരുന്നത്. ഇറ്റ് ഈസ് നൗ 20 days സിൻസ് ദ സീഡ്സ് വെർ സോൺ. ആ സീഡ്സ് വിതച്ചിട്ട് ഇപ്പം 20 ദിവസമായി. ദ ഒനിയൻ പ്ലാന്റ്സ് ഹാവ് സ്റ്റാർട്ടഡ് ടു സ്പ്രൗട്ട്. ഒനിയൻ സീഡ്സ് പതിയെ മുളച്ച് വന്നു. എലോങ് വിത്ത് ദ ഒനിയൻ പ്ലാന്റ്സ് വീഡ്സ് ഹാസ് ഓൾസോ കം അപ്പ്. വീഡ്സ് എന്ന് പറഞ്ഞാൽ കളകൾ, അതായത് ചെറിയ ഗ്രാസുകൾ. ഒനിയൻ കൃഷി ചെയ്തു, പക്ഷേ ഈ പ്ലാന്റ്സ് ഗ്രാസ് ഒന്നും കൃഷി ചെയ്യുന്നതല്ല, പക്ഷേ തന്നെ കിളിച്ച് വരും. ആ കളകൾ, അതിനെ കളകൾ എന്നാണ് പറയുന്നത്, വീഡ്സ്. വീഡ്സ് ഗ്രോ ഇൻ ദ ഫീൽഡ് ആൻഡ് ഗാർഡൻസ് വിത്തൗട്ട് ബീങ് പ്ലാന്റഡ്. ഈ വീഡ്സ് ഉണ്ടല്ലോ, ഇത് നമ്മൾ പ്രത്യേകിച്ച് പ്ലാന്റ് ചെയ്യുമൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഇങ്ങനെ ആ കൃഷി സ്ഥലത്തിലെല്ലാം കിളിച്ചതും കണ്ടിട്ടില്ലേ? നമ്മൾ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസൊക്കെ, പയറൊക്കെ ഇടുന്നിടത്ത് നമ്മൾ പയർ കുഴിച്ച് വെക്കും, പക്ഷേ അതിൻ്റെ ഉണ്ട പോച്ച അല്ലെങ്കിൽ ഗ്രാസ് എങ്ങനെയാണ്? തന്നെ നമ്മൾ കുഴിച്ച് വെക്കുമോ? ഇല്ല, തന്നെ കിളിച്ച് വരും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? അതിനെ ഇതുപോലെ പിഴുത് മാറ്റും. Appa says that we must remove the weeds so that they do not take up all the water and fertilizers. അപ്പ എന്താ പറഞ്ഞത്? ഈ വീഡ്സ്, ഈ കളകൾ എല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. എന്താണ്? ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാട്ടറും ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താ? വളം. ഇതെല്ലാം ഈ കളകളായിരിക്കും കഴിച്ചു തീർക്കുന്നത്, അല്ലേ? If there are too many weeds, then the onion plant will not be healthy. ഇനി ഒരുപാട് ഗ്രാസ് ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ എന്താണ്? ഒനിയൻ പ്ലാന്റ്സ് വളരെ ശോഷിച്ചു പോകും, ഒട്ടും ആരോഗ്യമില്ലാതെ പോകും. അമ്മ, അങ്കിൾ ആൻഡ് ഐ വി ഓൾ ഹെൽപ്പ് അപ്പ ടു ടേക്ക് ഔട്ട് ദ വീഡ്സ്. ഞാനും അമ്മയും അപ്പ, അങ്കിളും എല്ലാവരും കൂടെ ചേർന്ന് ഈ കളകളെല്ലാം, ഈ ഗ്രാസൊക്കെ കിളിച്ച് വന്നത് മാറ്റി. ഗ്രോവിങ് പ്ലാന്റ്സ്. ഇനി പ്ലാന്റ്സ് വളരുന്നതാണ്. ഐ ആം ഹാപ്പി ടു സീ ദ പ്ലാന്റ്സ് ആർ ഗ്രോവിങ്. എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ പ്ലാന്റ്സ് ഒക്കെ വളരുന്നതായിട്ട്. ദേ ആർ ടോൾ ഇനഫ് ടു റീച്ച് മൈ നീസ്. അവരെ എൻ്റെ മുട്ടറ്റം വളർന്നു. ദ ലീവ്സ് ഹാവ് സ്റ്റാർട്ടഡ് ടേണിങ് യെല്ലോ ആൻഡ് ഡ്രൈയിങ് അപ്പ്. നോക്കിയപ്പോൾ എന്താണ്? അതിൻ്റെ ലീവ്സൊക്കെ യെല്ലോ കളറായി ഡ്രൈ ആവുന്നു. നമുക്കാണേലും ഇങ്ങനെ നമ്മളേതെങ്കിലും ഒരു ചെടി കുഴിച്ച് വെച്ച് കഴിയുമ്പോൾ അത് വളർന്ന് പൂവൊക്കെ ഉണ്ടാകുമ്പോൾ എന്തൊരു സന്തോഷം, അല്ലേ?
ദീസ് മീൻസ് ദാറ്റ് ദ ഒനിയൻസ് ആർ റെഡി ടു ബി ടേക്കൺ ഔട്ട്. നോക്കിക്കേ എങ്ങനെയാണ് ബസ്വായ്ക്ക് മനസ്സിലായത് ഒനിയൻസ് എല്ലാം റെഡി ടു ടേക്കൺ ഔട്ട്, അതായത് പുറത്തെടുക്കാറായി, വിളവെടുക്കാറായി എന്ന് മനസ്സിലായി എങ്ങനെയാണ്? ബിക്കോസ് ദ ലീവ്സ് ടേണിങ് യെല്ലോ ആൻഡ് ഡ്രൈയിങ് അപ്പ്. അതിൻ്റെ ഒനിയൻ്റെ ലീവ്സ് എല്ലാം യെല്ലോ കളറുമായി അത് ഉണങ്ങിപ്പോകാനും തുടങ്ങി. ഡ്രോ എനി ക്രോപ്സ് വിച്ച് യു ഹാവ് സീൻ ഇൻ ദ ഫീൽഡ്. നിങ്ങൾ ഫീൽഡിൽ വയലിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സീഡിൻ്റെ പിക്ചർ വരയ്ക്കാൻ. ഡു യു നോ വൈ? എന്തുകൊണ്ടാണ് ഇങ്ങനെ? എവരി വൺ അറ്റ് ഹോം വിൽ ഹാവ് ടു വർക്ക് ടു ടേക്ക് ദ ഓനിയൻ ഔട്ട്സ്. എല്ലാവരും കൂടെ ഭയങ്കര കഠിനാധ്വാനത്തിൽ ഓനിയൻ കൃഷി വിളവെടുക്കാൻ തുടങ്ങി. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദിസ് ഷുഡ് ബി ഡൺ അറ്റ് റൈറ്റ് ടൈം. കറക്റ്റ് സമയത്ത് തന്നെ ഇത് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഇഫ് വി ആർ ലേറ്റ് ദ ഓനിയൻസ് വിൽ റോട്ട് ഇൻ ദ ഗ്രൗണ്ട് ഇറ്റ് സെൽഫ് ആൻഡ് ഓൾ അവർ ഹാർഡ് വർക്ക് വിൽ ബി വേസ്റ്റഡ്. നമ്മൾ അല്പം താമസിച്ചു പോയി എന്താ പറ്റുമെന്ന് പറയുന്നത്, ഓൾ ഒനിയൻസ് വിൽ റോട്ട് മീൻസ് ചീഞ്ഞു പോവും. ആ ഗ്രൗണ്ടിനകത്ത് തന്നെ ഇരുന്ന്, അതായത് മണ്ണിനടിയിൽ തന്നെ ഇരുന്ന് അത് ചീഞ്ഞു പോവും. അങ്ങനെ ചെയ്താൽ നമ്മൾ ഈ ചെയ്ത കഷ്ടപ്പാടുകളെല്ലാം വേസ്റ്റായി പോവും. ഒന്നും നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം വെറുതെ ആയിപ്പോവും. ബസ്വ ഹെൽപ്പ് ഈസ് ഫാദർ ഇൻ ദ ഫീൽഡ്. ബസ്വ വയലിൽ അച്ഛനെ സഹായിക്കുന്നുണ്ട്. ഡു യു ഹെൽപ്പ് ദ എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി ഇൻ ദെയർ വർക്ക്. നിങ്ങൾ നിങ്ങളുടെ മുതിർന്ന ആൾക്കാരെ വീട്ടിൽ സഹായിക്കാറുണ്ടോ? വാട്ട് ഡു യു ഹെൽപ്പ് വിത്ത്? നിങ്ങൾ എന്ത് ഹെൽപ്പാണ് ചെയ്യുന്നത്? യെസ്, ചെയ്യാറുണ്ട്. ഐ ഹെൽപ്പ് ദ എൽഡേഴ്സ് ഇൻ മൈ ഫാമിലി ഇൻ ദെയർ വർക്ക്. മുതിർന്നവരെ ഞാൻ ജോലിയിൽ സഹായിക്കുന്നുണ്ട്. ഐ ഹെൽപ്പ് മൈ മോം ടു ക്ലീൻ ആൻഡ് അറേഞ്ച് എ ഹൗസ്. എൻ്റെ അമ്മ വീട് വൃത്തിയാക്കാൻ ഒക്കെ തുടങ്ങുമ്പോഴും വീടെല്ലാം അറേഞ്ച് ചെയ്യുമ്പോഴും ഞാൻ അമ്മയെ സഹായിക്കും. ഐ ഹെൽപ്പ് മൈ ഫാദർ വൈ പർച്ചേസിങ് ദ എസെൻഷ്യൽസ് ഫോർ അവർ ഹൗസ്. വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ അച്ഛനെ സഹായിക്കും. ഡു യു എൻജോയ് ഡൂയിങ് ദാറ്റ് വർക്ക്. ഈ വർക്കൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സന്തോഷമാണോ ചെയ്യാൻ? യെസ്, യു ക്യാൻ റൈറ്റ് യെസ് ദെയർ. ദ ഒനിയൻ ക്രോപ്പ്. എവരി വൺ അറ്റ് ദ ഹോം ഈസ് ഹാപ്പി. ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും സന്തോഷത്തിലാണ്. ദിസ് ടൈം ദ ഒനിയൻസ് ആർ ബിഗ് ആൻഡ് ഹെൽത്തി. ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഒനിയൻ കൃഷി നല്ലതായിരുന്നു. എന്താ കാര്യം എന്ന് പറയുമ്പോൾ ഒനിയൻസ് എല്ലാം വലുതാണ്, അതുപോലെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അമ്മ ആൻഡ് ആൻറ്റി യൂസ് ഇറിക് ടു കട്ട് ദ ഡ്രൈഡ് ലീവ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഒനിയൻ. ഒനിയനിൽ ഉണ്ടായിരുന്ന ഉണങ്ങിയ ഇലകളില്ല, അതെല്ലാം ആൻറ്റി അമ്മയും കൂടെ ഇലിക് മീൻസ് അരിവാൾ, സിക്കിൾ എന്ന് നമ്മൾ പറയും. അരിവാളില്ലേ, ഇരുമ്പ് അല്ലെ അരിവാൾ എന്ന് പറയത്തില്ല അത്. ദി ഇലിക് ഈസ് ഷാർപ്പ് ആൻഡ് യു ഹാവ് ടു ബി കെയർഫുൾ നോട്ട് ടു കട്ട് യുവർ ഫിംഗേഴ്സ്. ഇലിക് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ഷാർപ്പാണ്, നല്ല മൂർച്ചയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിരലുകളൊന്നും മുറിയാതെ സൂക്ഷിക്കണം. അപ്പ ആൻഡ് അങ്കിൾ ഫിൽ ദ സാക്സ് വിത്ത് ഓനിയൻസ്. ഇങ്ങനെ ആൻറ്റിയും അമ്മയും കൂടെ ലീവ്സൊക്കെ വൃത്തിയാക്കി എടുക്കുന്നത് അങ്കിളും അപ്പയും കൂടെ സാക്സിലാക്കി, അതായത് ചാക്കുകളിലാക്കി. അപ്പ വിൽ ടേക്ക് ദം ഇൻ ദ ട്രക്ക് ടു സെൽ ദ ബിഗ് മാർക്കറ്റ്. എന്നിട്ട് അപ്പ എന്ത് ചെയ്തു? വലിയ മാർക്കറ്റിലേക്ക് ട്രക്കിൽ ഇത് കൊണ്ടുപോയി. റൈറ്റ് ആൻസേഴ്സ് ഇൻ യുവർ നോട്ട് ബുക്ക്. വൈ ഈസ് ബസ്വ നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ സ്കൂൾ ഫോർ സം ഡേയ്സ്. കുറച്ച് ദിവസമൊന്നും ബസ്വയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. എന്താ കാര്യം? ബസ്വ ഈസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ സ്കൂൾ ഫോർ സം ഡേയ്സ്. എന്താ? ബിക്കോസ് ഹി നീഡഡ് ടു ഹെൽപ്പ് ഹിസ് ഫാദർ ഇൻ ദ ഫീൽഡ്. അവൻ്റെ അച്ഛനെ വയലിൽ സഹായിക്കാൻ പോയതുകൊണ്ടാണ് അവന് സ്കൂളിൽ പോകാൻ പറ്റാത്തത്. ആർ ദെയർ എനി ഫീൽഡ് നിയർ യുവർ ഹൗസ്? വാട്ട് ഈസ് ഗ്രോൺ ദെയർ. നിങ്ങളുടെ വീടിനടുത്ത് എന്തെങ്കിലും ഇതുപോലത്തെ വയലുകളുണ്ടോ? യെസ്. ഇവിടെ എന്താ വളരുന്നത്? ദെയർ ഈസ് എ ഫീൽഡ് നിയർ മൈ ഹൗസ്. വെജിറ്റബിൾസ് ആർ ഗ്രോൺ ഇൻ ദാറ്റ് ഫീൽഡ്. അവിടെ വെജിറ്റബിൾസ് ആണ് വളരുന്നത്. ബസ്വാസ് അപ്പ ടേക്ക് ദ ഓനിയൻ ടു ദ മാർക്കറ്റ് ഇൻ എ ട്രക്ക്. തിങ്ക് ഹൗ വുഡ് ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ബി ടേക്കൻ ടു അനദർ പ്ലേസ് ഇഫ് ദെയർ വാസ് നോ പ്രോപ്പർ റോഡ്സ്. ബസ്വയുടെ അച്ഛൻ ട്രക്കിലാണ് ഒനിയൻ കൊണ്ടുപോയത്. ശരിക്കും നല്ല റോഡ്സ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇവയെ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുന്നത്? ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട്. വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഇൻ ഓൾഡൻ ഡേയ്സ് പീപ്പിൾ യൂസ് ടു ക്യാരി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ടു സെറ്റ് പ്ലേസസ് ബൈ ബുള്ളോക്ക് കാർട്സ്, ഡോങ്കി, ബോട്ട്സ് എക്സെട്ര. അതായത് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കാളവണ്ടികളിൽ, ഡോങ്കിയുടെ പുറത്ത്, കഴുതയുടെ പുറത്ത്, പിന്നെ വെള്ളമുള്ള സ്ഥലത്താണെങ്കിൽ ബോട്ട്സിലും ഒക്കെ ആയിരുന്നു കൊണ്ടുപോകുന്നത്. വാട്ട് കൈൻഡ് ഓഫ് വെഹിക്കിൾസ് ആർ യൂസ് ടു ക്യാരി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഏത് തരത്തിലുള്ള വാഹനങ്ങളിലാണ് കൊണ്ടുപോകുന്നത്? ട്രക്ക്, ടെമ്പോ, റിക്ഷോ അല്ലേ? യൂസ് ടു ക്യാരി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണത്തിൻ്റെ ഒരു വെഹിക്കിളിൻ്റെ, ഒരു വാഹനത്തിൻ്റെ പടം നിങ്ങൾക്ക് അവിടെ വരയ്ക്കാം കേട്ടോ. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ്. ഗിവൺ ഹിയർ ആർ പിക്ചേഴ്സ് ഓഫ് സം ഇംപ്ലിമെൻറ്റ്സ്. ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ. യൂസ്ഡ് ബൈ ബസ്വാസ് ഫാമിലി. ബസ്വായുടെ ഫാമിലി ഉപയോഗിച്ച കുറേ
ഉപകരണങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? റൈറ്റ് ദ നെയിം ഓഫ് ദ ഇംപ്ലിമെൻറ്റ്സ്. ഓരോ ഉപകരണങ്ങളുടെയും പേര് എഴുതണം. ഓൾസോ റൈറ്റ് വാട്ട് ആർ ദ കോൾഡ് ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്താണ് പറയുന്നത്? വാട്ട് വർക്ക് ആർ ദേ യൂസ്ഡ് ഫോർ. എന്ത് ജോലിയാണ് ഈ ടൂള് അല്ലെ ഉപകരണം ചെയ്യുന്നത്? നോക്കിയാൽ കുറിക് എന്നാണ് ഇത് പറയുന്നത്, കലപ്പ. നമ്മളെന്താ പറയുന്നത്? പ്ലോവ്. ജോലി എന്താണ്? പ്ലോയിങ്. നിലം ഉഴാൻ വേണ്ടിയിട്ടാണ് കുറിക് അല്ലെങ്കിൽ പ്ലോവ് ഉപയോഗിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ അതിന് കലപ്പ എന്ന് പറയും. നെയിം ഇൻ ദ ചാപ്റ്റർ നോക്കിയേ, നമ്മളിതിനെന്താ പറയുന്നത്? ഖൊണ്ടി. നെയിം ഇൻ യുവർ ഏരിയ, അത് ഹോന്നോ സ്പേഡ് എന്നോ പറയാം. അതായത് തൂമ്പ, നമ്മൾ കൈത്തൂമ്പ എന്നൊക്കെ പറയത്തില്ലേ. വർക്ക് എന്താ ചെയ്യുന്നത്? ഡിഗ്ഗിങ്, കുഴിക്കുകയാണ് അതിൻ്റെ ജോലി. അതിന് അടുത്തത് എന്താണ് പിക്ചർ തന്നിരിക്കുന്നത്? യെസ്, ഇല്ലീഗാണ്. എന്താണ് അതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത്? സിക്കിൾ എന്ന് പറയും. ജോലി എന്താണ്? കട്ടിങ്, അതായത് അരിവാൾ എന്ന് പറയുന്ന സാധനം. ഇനിയും നമ്മൾ പഠിച്ചത് ഒന്ന് ഓർക്കുകയാണ്. സ്റ്റെപ്പ് ഫോർ ക്രോപ്പ് കൾട്ടിവേഷൻ. ഈ ഓനിയൻ ക്രോപ്പ് എങ്ങനെയൊക്കെയാണ് നമ്മൾ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വിളവെടുക്കുന്നത്, കൃഷി ചെയ്ത് വിളവെടുക്കുന്നു എങ്ങനെയാണെന്ന്. പ്ലോവിങ്, ആദ്യം എന്താ ചെയ്യുന്നത്? നിലം ഉഴുത് വൃത്തിയാക്കും അല്ലേ. ഡിഗിങ് ദ ഫീൽഡ് ടു മേക്ക് ദ സോയിൽ ലൂസ്. ആ മണ്ണ് ഇളക്കി കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്. പിന്നെ സോവിങ് ദ സീഡ്സ്, വിത്ത് വിതയ്ക്കുന്നു. സീഡ്സ് വെയർ സോൺ അറ്റ് പ്രോപ്പർ ഡിസ്റ്റൻസ്, കറക്റ്റ് ഡിസ്റ്റൻസിൽ വിത്ത് വിതയ്ക്കുന്നു. പിന്നെ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ജലസേചനം. പ്രൊവൈഡിങ് വാട്ടർ ടു ദ ഗ്രോവിങ് പ്ലാന്റ്സ്, ഈ വളർന്നു വരുന്ന പ്ലാന്റ്സിലെല്ലാം എന്ത് കൊടുക്കുന്നു? വെള്ളം കൊടുക്കുന്നു. പിന്നെ റിമൂവിങ് വീഡ്സ്, കളകൾ മാറ്റുക. വീഡ്സ് ആർ ദ അൺവാണ്ടഡ് പ്ലാന്റ്സ് ദാറ്റ് ആർ നെസറി ടു റിമൂവ് ഫ്രം ദ ഫീൽഡ്. നമ്മുടെ വയലിൽ നിന്ന് പറിച്ചു മാറ്റേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ലാത്ത പ്ലാന്റ്സിനെയാണ് നമ്മൾ വീഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ കളകളെന്ന് മലയാളത്തിൽ പറയും. ഹാർവെസ്റ്റിംഗ്, വിളവെടുപ്പ്. കട്ടിങ് ഓഫ് ദ റൈപ്പ് ക്രോപ്പ് ഫ്രം ദ ഫീൽഡ്, ആ വയലിൽ നിന്നും എന്താണ് കൃഷി ചെയ്ത സാധനം പുറത്തേക്ക് കൊണ്ടുവരുന്നു, അതാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഒരു കൃഷിയെ സംബന്ധിച്ച് ഉള്ളത്. മെനി സ്റ്റെപ്സ് ആർ നീഡഡ് ടു ഗ്രോ ക്രോപ്സ്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് മാർക്ക് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇവിടെ നമുക്ക് കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്. ഈ ഒനിയൻ കൃഷിയിൽ അത് ഓർഡറിലൊന്ന് പറയുവാണേ. ഫസ്റ്റ് വൺ എന്താ ചെയ്യുന്നത്? ഡിഗിങ് ദ സോയിൽ. സെക്കൻഡ് വൺ സോവിങ് സീഡ്സ്. തേർഡ് വൺ നോക്കിയാൽ റിമൂവിങ് വീഡ്സ്. ഫോർത്ത് വൺ ഇറിഗേഷൻ അല്ലേ, വെള്ളമൊക്കെ കൊടുക്കുക, വളമൊക്കെ ഇടുക. ദെൻ ഫിഫ്ത്ത് വൺ ഡിഗിങ് ഔട്ട് അല്ലേ, ഒനിയന് പുറത്തേക്ക് എടുക്കുന്നു. പിന്നെന്താ, അതെല്ലാം വൃത്തിയാക്കി ട്രക്കുകളിൽ മാർക്കറ്റിൽ എത്തിക്കുന്നു. ആൻഡ് ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ ക്രോപ്പ് ദാറ്റ് ഈസ് ഗ്രോൺ ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ ഇതിപ്പം നമ്മൾ കർണാടകയിലെ കൃഷിയാണ് പറയുന്നത്. നിങ്ങളുടെ ഏരിയയിൽ ഏത് ക്രോപ്പാണ്, ഏത് വിളയാണുള്ളത്. ഓൾസോ ഫൈൻഡ് ഔട്ട് ദ സ്റ്റെപ്പ് ദാറ്റ് പാർട്ട് ഇൻ ദ വർക്ക്. ഡ്രോ ദം ഇൻ യുവർ നോട്ട്ബുക്ക്. ഇതുപോലെ തന്നെ നിങ്ങൾക്കത് നോട്ട്ബുക്കിലേക്ക് ഡ്രോ ചെയ്യാം. ഏതൊക്കെ സ്റ്റെപ്പുകളാണ് നിങ്ങളുടെ വീടിന് അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നത്, ഏതൊക്കെ ക്രോപ്സാണ്, എങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പുകൾ, ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. നമുക്ക് അടുത്ത ലെസണുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ.